ഹലോ, ഞാൻ സുജിത്. വെൽക്കം ടു എസ് ഡി ടോക്സ്. എസ് ഡി ടോക്സിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന്. എപ്പോഴത്തെയും പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. രേഷ്മയാണ് ഇന്ന് നമ്മുടെ അതിഥി. റോസ് ക്യൂൻ എന്നാണ് രേഷ്മയുടെ ഇൻസ്റ്റാഗ്രാം പേജ്. ഇൻസ്റ്റയിൽ 38,000 ഫോളോവേഴ്സ് ഉള്ള ആളാണ് രേഷ്മ. രേഷ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വരും രേഷ്മ, ഈ ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ കോഴ്സ് ഇനി ചെയ്യണമെന്ന് താല്പര്യമുള്ളവരോട് എന്താ പറയാനുള്ളത്? ഇത് നല്ലൊരു കോഴ്സാണോ? ഇത് വളരെ നല്ലൊരു കോഴ്സാണ്. നമ്മൾ എപ്പോഴും നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റി, അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി, നല്ല കോളേജ് അത് നോക്കി വേണം നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കാൻ. ഈ BSc MLT മാത്രമല്ല, നമുക്ക് റേഡിയോളജി ഉണ്ട്, പാരാമെഡിക്കൽ പല കോഴ്സുകളുണ്ട്, നമ്മുടെ ഫാർമസി, അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. നല്ലതാണ്. എവിടെയാണ് പഠിച്ചത് രേഷ്മ? ഞാൻ പഠിച്ചത് കോഴഞ്ചേരി മുത്തൂറ്റ്, MGM മുത്തൂറ്റ്. അവിടെ അത് നല്ല കോളേജാണോ? അവിടെ ഇപ്പം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയാണ് ഇപ്പം. വേറെ കാര്യം, ഈ ഗൾഫിലോട്ട് ഒരുപാട് വാക്കൻസികൾ പറഞ്ഞുണ്ട്, കുറേ ഫേക്ക് പറഞ്ഞുണ്ട് ട്രാവൽസിന്റെ ബേസ് ചെയ്ത്. അങ്ങനെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതേതെങ്കിലും ഒരെണ്ണം പറയാമോ? അങ്ങനെ പറ്റിയ നമുക്ക് നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരു സൈമൺ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. ആ ഏജൻസിയിൽ നിന്ന് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എന്നോട് ഇൻ്റർവ്യൂ ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ 1 ഇയറോളം വെയിറ്റ് ചെയ്തു. 1 ഇയർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ 50,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഞാൻ 1 ഇയർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ അവർ ഒന്നും ഓക്കെ ആയില്ല. എന്നിട്ട് ഞാൻ സർട്ടിഫിക്കറ്റിന് ചെന്നപ്പോഴൊക്കെ ഇവർ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് തരാൻ ബുദ്ധിമുട്ട് കാണിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ ചെന്നു. ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അച്ഛനാണ് ചെന്നത്, സംസാരിച്ചു, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ക്യാഷ് വാങ്ങിച്ചു. അതിനൊക്കെ ഒത്തിരി സമയം എടുത്തു, 1 ഇയറോളം എടുത്തു. ഈ രണ്ടാമത് അറ്റൻഡ് ചെയ്തതാണ് ഈ ഒരു ഹോസ്പിറ്റലിലെ ഇൻ്റർവ്യൂ. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മൾ ഏജൻസി ശ്രദ്ധിക്കണം. എനിക്ക് ആ ഏജൻസിയുടെ പേര് പറയുന്നതിൽ ഒരു മടിയില്ല. ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തി ആരാണ്? ലൈഫിൽ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഫസ്റ്റ് എൻ്റെ അമ്മയാണ്. കുവൈറ്റ് എങ്ങനെയുണ്ട്? കുവൈറ്റ് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞങ്ങളൊരു 3-4 പേര് വന്നതുകൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ലൈഫ് റീലൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങ് അടിച്ച് പൊളിച്ച് എൻജോയ്മെൻറ്റ് ചെയ്ത് അങ്ങ് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒറ്റയ്ക്ക് ഒരു റൂമിലിരിക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. നമ്മുടെ ഫാമിലിയെ നമ്മൾ മിസ് ചെയ്യും. നമുക്ക് ചിന്തിക്കാൻ ഒത്തിരി കാണും. പക്ഷേ ഞങ്ങൾ 3-4 പേരുള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ അങ്ങ് പോകും. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം എനിക്ക് എൻ്റെ മോനെ എന്തോരം മിസ് ചെയ്യണമെന്നറിയാം. അപ്പോൾ അമ്മ എന്നുള്ള രീതിയിൽ മോനെ എങ്ങനെ വിട്ട് നിൽക്കുന്നു? എനിക്ക് അങ്ങനെ വിഷമമില്ല. കാരണം ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് നല്ല ഒരു കരങ്ങളിലാണ്. എന്നെ നോക്കിയതുപോലെ തന്നെ എൻ്റെ അമ്മ അവനെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷനില്ല. എൻ്റെ കുഞ്ഞ് എപ്പോഴും സേഫ് ആയിരിക്കും, കാരണം എൻ്റെ അമ്മയെ അവനെ നോക്കുന്നത്. രേഷ്മ, ഇൻസ്റ്റ മാത്രമല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യണുള്ളൂ, അതോ യൂട്യൂബും? ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി ഇരിക്കുമ്പോൾ ഇൻസ്റ്റ അങ്ങനെ യൂസ് ചെയ്തതാണ് ഞങ്ങൾ. എനിക്കങ്ങനെ അത്യാവശ്യം ഫോളോവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു നാട്ടിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇങ്ങനെ അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെ താല്പര്യമൊന്നുമില്ല. എനിക്കങ്ങനെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഫോണൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡാണ് എനിക്ക് ഇത്ര ഫ്രീഡം തന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് നടന്ന് ഞങ്ങൾ അങ്ങനെ റീൽ എടുത്തെടുത്താണ് എനിക്ക് അത്യാവശ്യം ഇത്രയും ഫോളോവേഴ്സൊക്കെ ആയത്. എന്തുകൊണ്ടാണ് ഇൻസ്റ്റയിൽ ഇത്രയും ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണം എല്ലാവർക്കും ഇൻസ്റ്റ ഉണ്ട്, പക്ഷെ പലരും ഇത്രത്തോളം എന്താ പറയുക ഇത്രയും ഫോളോവേഴ്സ് അങ്ങനെയൊക്കെ ഇപ്പോൾ 25,000 ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ? 38,000. ഓക്കെ. അപ്പോൾ ഇത്രയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്തുവാ? സമയം പോകാൻ വേണ്ടി. നമുക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്. ഞങ്ങൾ 4 പേര് ഫാമിലിയെ വിട്ട് മാറി നിൽക്കുന്നവരാണ്. അപ്പം നമ്മളങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ്. നമുക്കൊരു തമാശ രീതി ഞങ്ങൾ ഓരോന്ന് ചെയ്തു. ഞങ്ങൾ ചുമ്മാ വെളിയിൽ ഇറങ്ങുമ്പോൾ റീലെടുത്തു. ജസ്റ്റ് ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ വീഡിയോസ് എടുക്കും. നമ്മൾ നടക്കും, അപ്പോൾ ഒരു റീലെടുക്കും. ഫസ്റ്റ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ ഒരു 5-6 പേര് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാണ്. അങ്ങനെ ഞങ്ങൾ റീലെടുത്തിട്ടു. അത് ഭയങ്കരമായിട്ട് വൈറലായി. അങ്ങനെ എനിക്ക് ഫോളോവേഴ്സ് ഫസ്റ്റ് കൂടിയത്. പിന്നെ നമ്മൾ എപ്പോഴും ചുമ്മാതെ ഞങ്ങൾ ഇറങ്ങുമ്പോഴേ ജസ്റ്റ് ഞങ്ങളിപ്പം ഇവിടെ നൗഷാദിലാണെങ്കിലും ഫുഡ് കഴിക്കാൻ വരുമ്പോഴാണെങ്കിലും ഞങ്ങൾ റീലെടുക്കും. അങ്ങനെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ റീലെടുത്താൽ. ഈ ഒരു ഇൻസ്റ്റ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് കൂടെയുള്ള ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ടീം വർക്കായിട്ട് ചെയ്യണ വീഡിയോസ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയല്ലേ? അതെ, ടീം വർക്കാണ്. രേഷ്മ, ഒരുപാട് ഇപ്പം വീഡിയോസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് കമൻറ്റ്സ് അത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, എന്തായാലും വരും.
അപ്പോൾ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടോ? നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വരും. ഫസ്റ്റ് ഞാനത് നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, നിനക്കറിയില്ല ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇത്രയും നെഗറ്റീവ് കമൻറ്റ് വരും, പിന്നെ നീ ചെയ്യണ്ട. നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ടാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല രേഷ്മ. നിനക്ക് ഇഷ്ടമല്ല നീ അതിന് റിപ്ലൈ കൊടുക്കണ്ട. നിനക്ക് അത്രയ്ക്ക് കണ്ടിട്ട് നിനക്ക് സഹിച്ചില്ലെങ്കിൽ നീ അതിന് റിപ്ലൈ കൊടുക്കുക, ബ്ലോക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. നീ അല്ലാതെ നെഗറ്റീവ് കമൻറ്റ് വരുന്നു എന്നും പറഞ്ഞ് നീ അത് ഓർത്ത് വിഷമിക്കേണ്ട എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്നോട് പറയും, എടി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു, നമുക്കത് മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള സംസാരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ അല്ലെ സ്ത്രീകൾ ശരിയല്ല എന്നൊരു രീതിയിലുള്ള സംസാരമാണ്. അത് വിവരമില്ലായ്മയാണ്. അതിനൊന്നും ആൻസർ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വിവരമില്ലായ്മയാണത് അവരുടെ. ബിഗ് സ്ക്രീൻ ലക്ഷ്യമുണ്ടോ? താല്പര്യമുണ്ട്, പക്ഷെ നടക്കത്തില്ലല്ലോ. അത് നടക്കത്തില്ല എന്നുള്ള തീർത്തും പറയാൻ പറ്റില്ല. താല്പര്യമുണ്ട്. പിന്നെ തീർച്ച ആർക്കും താല്പര്യമില്ലാതെ. എനിക്ക് പണ്ടൊക്കെ ആഗ്രഹമുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ സീരിയലിനകത്തിലൊക്കെ ഇങ്ങനെ താരങ്ങളെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മയെ ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കാം. അമ്മ പറഞ്ഞാൽ അച്ഛനോട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മതി, ഇപ്പോൾ കൊടുക്കാമെന്ന് പറയും. അപ്പം ഞാനിപ്പോൾ ഞാൻ ഓർക്കുന്നു, ഇന്ന് നമുക്ക് പറ്റത്തില്ല. നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഒരുപാട് എയിമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ്. എനിക്ക് ഇവിടെ നിൽക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സെറ്റാക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിട്ടു. പിന്നെ ഈ ഒരു ടൈം പാസിന് വേണ്ടിയാണ് ഞാൻ റീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ചിന്തയില്ല എനിക്കിപ്പോൾ. രേഷ്മ, ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്തുവാ? എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വീട് വെക്കണം, അത്രേ ഉള്ളൂ. ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ള ഒരു സാഹചര്യം എന്തുവാ? ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടോട്ട് വന്നപ്പോൾ ഒരു നല്ല വിഷമം ഉണ്ടായി. കാരണം ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. അവരെ വിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ മാറി നിൽക്കുന്നത്. അതെല്ലാ പ്രവാസികൾക്കുള്ള കാര്യം. വേറെ എന്തെങ്കിലും ഇല്ല, വേറെ എനിക്ക് ലൈഫിൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു സാഹചര്യം? ഞാൻ അമ്മയെന്നുള്ള നിലയിൽ ജനുവരി 28, 2018 എൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത്. വീഡിയോയിൽ എല്ലാ വീഡിയോയിലും ഒരു ടീമുണ്ട്. 3 ആണോ 4 ആണോ ആള്? ഞങ്ങൾ ടോട്ടൽ 4 പേരാണ്. പിന്നെ എക്സ്ട്രാ ഒരാളോടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കേ വരാറുള്ളൂ. എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? ടീം സപ്പോർട്ടിനെ കുറിച്ച്. ഞങ്ങൾ ഇവിടെ വന്നുള്ള പരിചയമല്ല, ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഒരു പരിചയമാണ്. അതിൽ അനു, ബിനി, ടീന. പിന്നെ ടീന എന്ന് പറയുന്ന ആ കക്ഷി എൻ്റെ കൂടെ ഞാൻ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തതാണ് ലാബ് ടെക്നീഷ്യനായിട്ട് ബ്ലഡ് ബാങ്കിൽ. അന്ന് തൊട്ട് 5 വർഷമായിട്ട് എനിക്ക് ടീനയെ അറിയാം. അനുവിനെ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1 വർഷമായിട്ട് അറിയാം. ബിനിയെ അങ്ങനെ എനിക്കറിയാം. ആ ഒരു കൂട്ടുകെട്ട് വളരെ നല്ല കൂട്ടുകെട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ്. ഇപ്പോൾ തന്നെ ചേട്ടൻ കണ്ടില്ല, ഞാനിവിടെ വന്നപ്പോൾ എന്നെ ഒറ്റയ്ക്കല്ല അവൾ വിട്ടത്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ 2 പേരുണ്ട്. അവരിപ്പോൾ അബു ഖലീഫയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല, നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. അതുകൊണ്ടാണ് അവളുമാർ വരാൻ, അല്ല അവർ വന്നേനെ. പിന്നെ ഒരാളോട് ഉണ്ട്, ശ്രേജ. പുള്ളിക്കാരി വല്ലപ്പോഴേ വരും. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലല്ല വർക്ക് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞാണോ ജോലി കിട്ടിയത് ഇവിടെ? ഒരു വർഷമൊക്കെ എടുത്തു. പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വരാൻ 1 വർഷം എടുത്തു. രേഷ്മ, എല്ലാവരുടെ ലൈഫിലും പ്രണയമുണ്ട്, പ്രേമം. എന്താണ് രേഷ്മയുടെ പ്രേമത്തിനെ കുറിച്ച് പറയാമോ? എനിക്ക് ഞാൻ പ്രണയമില്ലെന്ന് ആർക്കും നമുക്ക് കള്ളത്തരം പറയാം. പ്രണയമുണ്ട്. എനിക്ക് പ്രണയത്തെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് പ്രണയത്തെക്കുറിച്ച് പറയാനുള്ള, ആരും പ്രേമിക്കരുത്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മുടെ വീട്ടുകാർ നമുക്ക് സമയമാകുമ്പം നല്ല ഒരാളെ കൊണ്ട് നമുക്ക് എത്തിച്ചു തരും. അപ്പം നമ്മൾ കല്യാണം കഴിക്കുക. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. പിന്നെ അവരവരുടെ ഇഷ്ടമല്ലേ, പേഴ്സണൽ കാര്യമാണ്. പ്രേമിക്കാതിരിക്കുക, അതൊക്കെ. നല്ലൊരു തേപ്പ് കിട്ടി എന്ന് തോന്നുന്നില്ല. ഇല്ല, അങ്ങനെ വെച്ചിട്ടല്ല. എനിക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു മോളാണ്. എന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ അമ്മ ഇത്രയും പഠിപ്പിച്ചത്. ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നമ്മളതെല്ലാം ചിന്തിക്കണം. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനൊരൊറ്റ മോളേ ഉള്ളൂ, എന്നിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം ഉണ്ടാവുമോ എന്നൊക്കെ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെയാണ് അച്ഛന് എനിക്ക് പിന്നെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു, ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം കാണണമെന്ന്. പിന്നെ ഓൾറെഡി എൻ്റെ അമ്മയൊക്കെ 2 പെൺപിള്ളേരാണ് ഉള്ളത്. അപ്പം അമ്മയുടെ ചേട്ടത്തിക്ക് ഒരു മോനുണ്ട്. പുള്ളിക്കാരൻ എഞ്ചിനീയറായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ചേച്ചിക്ക് ഓട്ടിസം ബാധിച്ചതാണ്. അപ്പോൾ എന്തായാലും മാരേജ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നുള്ളത് ഞാനാണ്. അപ്പോൾ എൻ്റെ വലിയച്ഛനും വലിയക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മാരേജ് കാണണമെന്ന്. അങ്ങനെ എൻ്റെ 21ാമത്തെ വയസ്സിലാണ് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തത്. അതെൻ്റെ വീട്ടുകാരാണ്. എന്നോട് എസോറിനോ ഒന്നും ചോദിച്ചില്ല. അവർ പറഞ്ഞു നമ്മൾ കല്യാണം കഴിച്ചു. എനിക്ക് അതുകൊണ്ടൊരു ദോഷം ഉണ്ടായിട്ടില്ല, നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക്
പ്രണയത്തിനോട് താല്പര്യമില്ല. നമ്മുടെ വീട്ടുകാർ നമുക്ക് നല്ലൊരു ബന്ധം കൊണ്ടുതരാം, അതുപോലെ നമുക്ക് എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും അവർ നമ്മുടെ കൂടെ നിൽക്കും. അതേസമയം നമ്മൾ സ്വയമായിട്ട് കണ്ടുപിടിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഇഷ്ടം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ നിൽക്കും. എനിക്കതേ പറഞ്ഞു തരാനുള്ളൂ. എപ്പോഴും നമ്മൾ ഇത്ര നാളും അവരല്ലേ വളർത്തിയത്, അപ്പം നമ്മൾ അവരുടെ സന്തോഷത്തിനാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവർ നമ്മുടെ കൂടെ കാണും. പിന്നെ പൊതുവേ ഒരു സംസാരമുണ്ട്, പെൺമക്കളുള്ളവർക്ക് അവന് പെൺകൊച്ചല്ലേ, അവൻ എവിടെയായി തീരും, എന്തായി തീരും, അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. അവർക്കും എനിക്കൊരു മാതൃകയാണോ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 2 പെൺമക്കളായിരുന്നു. എൻ്റെ അമ്മയുടെ ചേട്ടത്തി അപ്പം തന്നെ പറഞ്ഞു, അവന് പെൺമക്കളല്ലേ, അവരെവിടെ എത്തും. ശരിയാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് എങ്ങും എത്താൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ അച്ഛനോട് പലരും പറഞ്ഞു, നിനക്കൊരു പെൺകുട്ടിയല്ലേ, നീ എവിടെ എത്തും എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോഴല്ല അവരുടെ എല്ലാം മുമ്പ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ അമ്മയോടും അച്ഛനോടുമാണ്. ആ പെണ്ണായിട്ട് ഞാനിവിടെ എത്തി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെയും അമ്മയും നോക്കുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുണ്ട്. രേഷ്മ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടുകാർ അച്ഛനും അമ്മയും തീരുമാനിച്ച കല്യാണമാണ്, അഭിപ്രായം പോലും ചോദിച്ചില്ല, നേരെ രേഷ്മയുടെ അഭിപ്രായം പോലും ചോദിക്കാതെയാണ് ഈ ഒരു മാരേജിലോട്ട് പോയത്. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി? കാരണം എന്നെ സംബന്ധിച്ചോളാം, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചാളാം. അപ്പം എനിക്ക് അങ്ങനെ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളിനെ പെട്ടെന്ന് ഭാര്യയാക്കുക, നിങ്ങളുടെ ഇതാണെങ്കിൽ ഭർത്താവാക്കുക എന്നുള്ളത്. എങ്ങനെ ആ ഒരു ഇത് എങ്ങനെയായിരുന്നു ആ ഒരു സമയം? നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഉള്ളത്, പറയാമല്ലോ. നല്ല ക്വാളിറ്റി. എനിക്ക് ഈ ലോകത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ ഹസ്ബൻഡ്. ഇപ്പം നമ്മളിപ്പോൾ എത്രയും ആൾക്കാരിലെടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മദ്യപിക്കുന്നവരുണ്ട്, സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ അച്ഛൻ ആ കല്യാണം ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അന്വേഷിച്ചപ്പം മദ്യപിക്കുമോ, എൻ്റെ അച്ഛൻ അത്യാവശ്യം വെള്ളം അടിക്കുന്ന ആളാണ്, എനിക്കതുകൊണ്ട് മദ്യപിക്കുന്നവരെ ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ അച്ഛൻ അത് ആദ്യം അന്വേഷിച്ചത്. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നത് അതാണ്, കല്യാണം ആലോചിക്കുമ്പം എനിക്ക് മദ്യപിക്കുന്ന ഒരാളെ വേണ്ട, സിഗരറ്റ് വലിക്കുന്ന ഒരാളെ വേണ്ട. എൻ്റെ അച്ഛൻ അത് മാത്രമേ നോക്കിയുള്ളൂ, പണമോ വേറെ ഒന്നും നോക്കിയില്ല. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ എനിക്ക് കണ്ടുപിടിച്ച് തന്നത്. എനിക്കത് മതി, വേറൊന്നും നമുക്ക് എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. എൻ്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫാമിലി എല്ലാവരും പോയി കണ്ടു, എല്ലാവർക്കും പുള്ളി ഇഷ്ടപ്പെട്ടു, എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു. തീരുമാനം തെറ്റിയില്ല? ഒരിക്കലും ഇല്ല. തീരുമാനം വളരെ നന്നായെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എത്രയോ പേർക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ഹസ്ബൻഡുമാർ ഇത് അവസരം കൊടുക്കത്തില്ല. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കത്ത പോലും ഇല്ല, നീ എന്തിനാ അത് ചെയ്തത്, അല്ലെങ്കിൽ നീ എന്തിനാണ് ആ ഫോട്ടോ ഇട്ടത്. എൻ്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ അച്ഛന് എനിക്ക് ഒരു ഫ്രീഡവും തന്നിട്ടില്ല വിവാഹത്തിന് മുമ്പ്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് ഒരു കാര്യത്തിലും എനിക്കൊരു തടസ്സമോ ഒന്നുമില്ല. ഇവൻ നമ്മുടെ ഡ്രസ്സിങ്ങിൽ പോലും എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ കൊണ്ട് സമ്മതിക്കില്ല, ഉള്ളി ചുരിദാർ മാത്രം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലോ നിനക്ക് കംഫേർട്ടാണോ നീ അതിട്ടോ എന്നേ പറയത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു തടസ്സവും പുള്ളിയിൽ നിന്ന് ഇന്നു വരെ ഇല്ല. ഇപ്പം പലരും ഗൾഫ് കൂടുതലും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും യൂറോപ്യൻ കൺട്രി ഫോക്കസ് ചെയ്താണ് ഇപ്പം നമ്മൾ പൊതുവെ മലയാളികൾ നോക്കുന്നത്. രശ്മിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? ഇല്ല, അങ്ങനെ താല്പര്യമില്ല. ഇഷ്ടപ്പെട്ടോ? ഗൾഫ് ഇഷ്ടപ്പെട്ടല്ല, ഇവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ഏൺ ചെയ്തിട്ട് തിരിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നാട്ടിൽ സെറ്റിൽ ആവണം തന്നെയാണ്. നാട്ടിൽ സെറ്റിലാണ്, കുഞ്ഞിൻ്റെ കൂടെ നിൽക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. രേഷ്മ ഇവിടെ കുവൈറ്റിൽ വന്നു, ഇപ്പം 2 വർഷമായി. അച്ചീവ്മെന്റ് എന്താണ്? അച്ചീവ്മെന്റോ, കുറച്ച് തടി കിട്ടി. തമാശയായിട്ട് പറഞ്ഞാൽ കുറച്ച് തടി കിട്ടി. അല്ല, സാധാരണ എല്ലാവരും ഇപ്പൊ നാട്ടില് ഉള്ള എല്ലാവരുടെയും തോട്ടം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കാശുണ്ടാക്കാം. അത് വെറും ചിന്ത മാത്രമാണ്. നമ്മുടെ ഇവിടുത്തെ ചിലവും കാര്യങ്ങളും കഴിഞ്ഞാൽ കിട്ടുന്നത് തുച്ഛമായ ഒരു ചിലവിനുള്ളത് മാത്രമേ നാട്ടിൽ കാണത്തുള്ളൂ. വെറുതെ പറയുന്നതാണ്. അതിനോട് ഞാനൊരു കുറച്ച് സേവിങ് വെക്കാം, അത്രേ ഉള്ളൂ. എനിക്ക് അതിനോട് വലിയ ഇതൊന്നും പറയാനില്ല. പ്രവാസി ആകാൻ എന്നുവെച്ചാൽ ഞാൻ രശ്മിയുടെ ആ ഒരു ഫീൽഡിലുള്ളവർ ഗൾഫിലോട്ട് പോവാം എന്നുള്ള ഒരു ആൾക്കാരോട് എന്താ പറയുക? നാട്ടിൽ നിൽക്കണം പറയുമോ അതോ ഗൾഫിലോട്ട് വരാൻ പറയും? അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടെ കുവൈറ്റിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച നാട്ടിൽ 10-30,000 സാലറി കിട്ടുന്ന ഒന്നും സേവിങ് ഇല്ല. ഇവിടെ വരുവാണെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടും. 50,000 നമുക്ക് സേവിങ് ആക്കാം, 50,000 നമുക്ക് ചിലവിനെടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ചിലവിൻ്റെ കാര്യം ഓരോരുത്തർ ഇതുപോലെ ഇരിക്കുന്നു. പക്ഷേ എനിക്കറിയില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് നാട്ടിൽ ജോലി ചെയ്ത് നാട്ടിൽ തന്നെ നമ്മൾ പോയി വന്ന് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പം എൻ്റെ മനസ്സ് തോന്നുന്നു. ഹസ്ബൻഡ് സൗദിയിൽ, മകൻ
നാട്ടില് രേഷ്മ കുവൈറ്റിൽ. ഈ ഒരു ലൈഫ് എന്ന് വെച്ചാൽ ഒരു ലൈഫ് ഉണ്ടോ ഈ ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ? ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലൈഫില്ല. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഇച്ചിരി മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. എനിക്ക് മെയിൻ പ്രശ്നം എനിക്ക് അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഒരു പ്രശ്നം. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരുന്നു. പക്ഷേ ഞാൻ ഇപ്പം എനിക്ക് എൻ്റെ കുഞ്ഞും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇല്ല എന്നുള്ള വിഷമമുണ്ട്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരാൾ കൂട്ടുണ്ടെന്നുള്ള ഒരു സന്തോഷമുള്ളത് കൊണ്ട് അങ്ങനെ വിഷമമില്ല. പിന്നെ നമ്മൾ അത് ഓർത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അവന് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കണ്ടേ. അപ്പം ഞങ്ങൾ രണ്ടും ജോലിക്ക് പോയാലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും കാണും. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് നേരത്തെ സമ്പാദിച്ച് നമുക്ക് തന്നിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഒരു ഇത് വരത്തില്ല. അപ്പം നമ്മൾ അത് ചിന്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു അവസ്ഥ വരരുത് എന്ന് വെച്ചാൽ അവർക്ക് അന്നത്തെ കാലത്ത് അവർക്ക് അതാണ്, അവർക്ക് അത്രേ പറ്റൂ. പക്ഷെ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും അതുകൊണ്ട് എന്തുണ്ട്, വിദ്യാഭ്യാസം തന്നു. അപ്പം നമുക്ക് അവരെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ സപ്പോർട്ട് എന്താ, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നു. അപ്പോൾ എന്നെ ഇവിടെ വിട്ടു ഞാൻ സമ്പാദിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രേഷ്മയുടെ ഇൻസ്റ്റാഗ്രാം ID വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കയറി ഫോളോ ചെയ്യുക. അതുപോലെ ഇനിയും SD ടോക്സിൻ്റെ അടുത്തടുത്ത എപ്പിസോഡുകൾ വരും. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരത്തേക്കും ബൈ.